എനിക്ക് ഇന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇനി എത്ര നേരം നിന്നാലും ഇന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനപ്പുറം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മാധ്യമക്കാരോടൊക്കെ ഒരു ഗതികേട്. നിങ്ങളൊരു കാര്യം ചെയ്യും മാപ്രാളികളെ, മൈക്കെടുത്ത് കണ്ട് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന പാലക്കാട് MLന്റെ 2 മൂക്കിന്റെ ഉള്ളിക്കും ചെവിന്റെ ഉള്ളിക്കും തൊള്ളന്റെ ഉള്ളിക്കും എവിടേക്കൊക്കെ കയറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുമോ അവിടേക്കൊക്കെയാണ് കുത്തി കയറ്റി കൊടുക്കും. നിങ്ങൾ ചോദ്യം ചോദിച്ചു, മൂപ്പരാൾ പറയാനുള്ള ഉത്തരം മൂപ്പരാൾ അവിടെ പറഞ്ഞു. പിന്നെ അതിലപ്പുറം ഇപ്പൊ എന്താ അവിടെ പറയാനുള്ളത്? കേസ് എല്ലാം കോടതിന്റെ ആ ഒരു ഇതിലാണ് അവിടെ ഉള്ളത്. അപ്പൊ പിന്നെ മൂപ്പരാൾ അവിടെ പറയേണ്ട ആവശ്യപ്പെടാൻ എന്തുള്ളത്? പിന്നെ ഇനി അവിടെ കോടതിയിൽ ഹാജരാവണതും ഹാജരാവാത്തതും എന്തിനാണ് മാപ്രാളികൾ ഇവിടെ നോക്കുന്നത്? അതവിടെ ഹാജരാവുന്ന സമയത്ത് മൂപ്പരാൾ അവിടെ ഹാജരായിക്കോളും. ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് എന്തേനും രാഹുൽ മാങ്കുട്ടം ഒളിവിൽ പോയി അന്വേഷിച്ചു, പുറത്തം കിട്ടിയില്ല. അപ്പൊ തെളിവുകളെ രാഹുൽ മാങ്കുട്ടത്തിന്റെ കയ്യിലുണ്ട്. അതിലുള്ള ഒരു കോൺഫിഡൻസ് മാങ്കുട്ടത്തിന് ഉള്ളത് കാരണം കൊണ്ടാണോ ഇത്രയും ആൾക്കാർ മുമ്പ് നെഞ്ചു നിവർത്തി ആളും കിട്ടി ഇറങ്ങി അവിടെ വന്നത്. അപ്പൊ പല ആൾക്കാർ ഇവിടെ വിളിച്ചിട്ടുണ്ട്, കോയി രാഹുല് മറ്റേത് മറിച്ചെന്നൊക്കെ. അപ്പൊ എന്തേ മുകേഷ് ചേട്ടന് പിന്നെ കോയി അല്ലേനാ? മുകേഷ് ചേട്ടൻ ഇവിടെ ചെയ്ത കോയിയല്ല, രാഹുൽ മാങ്കുട്ടം ചെയ്താൽ മാത്രം ഇവിടെ കോയി. എന്തായാലും മാപ്രാളികളെ നിങ്ങളൊക്കെ ഒരു ഗതികേട്, വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. ഒന്നോർത്തോളി, ഇതിനൊക്കെ ഒരു ദിവസം തൊള്ള തുറന്നിട്ട് നിങ്ങളെ കണ്ണാക്കൊക്കെ കുത്തിക്കയറ്റി തരും. അന്നും ഇതേമാതിരി മൈക്ക് മുടിച്ചിട്ട് എല്ലാവരും ഉണ്ടാവണേ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ. ഓക്കെ.